أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. قل سيروا في الأرض فانظروا كيف كان عاقبة الذين من قبل كان أكثرهم مشركين فأقم وجهك للدين القيم من قبل أن يأتي يوم لا مرد له من الله يومئذ يصدعون. من كفر فعليه كفره ومن عمل صالحا فلأنفسهم يمهدون ليجزي الذين آمنوا وعملوا الصالحات من فضله إنه لا يحب الكافرين. ومن آياته أن يرسل الرياح مبشرات وليذيقكم من رحمته ولتجري الفلك بأمره ولتبتغوا من فضله ولعلكم تشكرون. ولقد أرسلنا من قبلك رسلا إلى قومهم فجاءوهم بالبينات فانتقمنا من الذين أجرموا وكان حقا علينا نصر المؤمنين. الله الذي يرسل الرياح فتثير سحابا فيبسطه في السماء كيف يشاء ويجعله كسفا فترى الودق يخرج من خلاله فإذا أصاب به من يشاء من عباده إذا هم يستبشرون. وإن كانوا من قبل أن ينزل عليهم من قبله لمبلسين فانظر إلى آثار رحمة الله كيف يحيي الأرض بعد موتها إن ذلك لمحيي الموتى وهو على كل شيء قدير. ولئن أرسلنا ريحا فرأوه مصفرا لظلوا من بعده يكفرون. فإنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين. وما أنت بهاد العمي عن ضلالتهم إن تسمع إلا من يؤمن بآياتنا فهم مسلمون. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. ويوم تقوم الساعة يقسم المجرمون ما لبثوا غير ساعة كذلك كانوا يؤفكون
وقال الذين أوتوا العلم والإيمان لقد لبثتم في كتاب الله إلى يوم البعث فهذا يوم البعث ولكنكم كنتم لا تعلمون فيومئذ لا ينفع الذين ظلموا معذرتهم ولا هم يستعتبون ولقد ضربنا للناس في هذا القرآن من كل مثل ولئن جئتهم بآية ليقولن الذين كفروا إن أنتم إلا مبطلون كذلك يطبع الله على قلوب الذين لا يعلمون فاصبر إن وعد الله حق ولا يستخفنك الذين لا يوقنون صدق الله العلي العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിലൊന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. റഹ്മാനായ റബ്ബേ, ധാരാളമായിട്ട് മദ്ഹുകൾ പറയാനും കേൾക്കാനും പ്രകീർത്തിക്കാനൊക്കെ ഉള്ള തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ഒരു സഹോദരി ആസിയ എന്ന് പറയുന്ന സഹോദരിക്ക് പ്രയാസം, പ്രഷർ കൂടിയും കുറഞ്ഞിങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ചില സമയത്ത് കൂടും, ചില സമയത്ത് കുറയും. ആ ഒരു പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അത് നോർമലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനി ഖിദ്മയിലായിക്കൊണ്ട് ഇബാദത്തിലായിക്കൊണ്ട് കഴിഞ്ഞുകൂടാനുള്ള തൗഫീഖ് അല്ലാഹു തആല ധാരാളം കാലം ജീവിക്കാനുള്ള ആഫിയത്തും ദീർഘായുസ്സും അവർക്കും നമുക്കൊക്കെ അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരാൾ ദുആ കൊണ്ട് പ്രത്യേകം പറഞ്ഞത്, കുടുംബത്തിൽപ്പെട്ട ഒരാൾ, വേണ്ടപ്പെട്ട ഒരാൾ, ആരാന്ന് കറക്റ്റ് ഓർമ്മയില്ല, ഏതായാലും വേണ്ടില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്, രോഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടല്ലാത്തൊരു പ്രയാസത്തിൽ കിടക്കുകയാണെന്ന് പറഞ്ഞു. അല്ലാഹു തആല ജീവിതമാണ് ഖൈറെങ്കിൽ നല്ല റാഹത്തുള്ള ജീവിതം അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതല്ല മറ്റു അവർക്ക് അടുത്തം തന്നെയാണ്, വേറെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ റഹ്മാനെ റബ്ബെ എൻ്റെ സമയമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഖൈറായ നൽകി അദ്ദേഹത്തിന് ഖൈറാക്കി കൊടുത്ത് നല്ല ഈമാനോടുകൂടെയുള്ള നല്ല മരണം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ റബ്ബെ. ഞങ്ങൾക്ക് ആഫിയത്തും ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. കിടപ്പിലാകുന്ന രോഗങ്ങൾ തൊട്ടൊക്കെ നീ കാക്കണം റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ഇബാദത്തിലായിക്കൊണ്ട് കഴിഞ്ഞുകൂടാൻ ഒരു ഇബാദത്തിന് തടസ്സമൊന്നുമില്ലാത്ത രൂപത്തിൽ പരിപൂർണ്ണ ആഫിയത്തോടുകൂടെ ദീർഘായുസ്സോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസത്തിൽ ചെറിയ തിരക്കും കാര്യങ്ങൾക്കായതുകൊണ്ട് പലതും വിട്ടുപോയിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അറിയിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ വേറെ ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉമ്മാൻ്റെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരാൾ ഉപ്പയുടെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പല നിലക്കും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ഖബറിടം സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർസഖിയായ ജീവിതം റഹ്മാനെ റബ്ബെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാൻ. ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന എല്ലാവരും ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ മങ്കൂസ് മൗലിദിൻ്റെ ഓരോ ഹിക്കായത്ത് ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ ബൈത്തായിട്ട് നമ്മൾ ചൊല്ലി വിടുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പൂർത്തിയായതിന് ശേഷം നമുക്കൊന്നിച്ച് അത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ അകമഴിഞ്ഞ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ ആളുകൾക്ക് ചൊല്ലാനുള്ള ആവശ്യക്കാർക്ക് ഓരോ ഭാഗങ്ങളായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അതെല്ലാവർക്കും ചൊല്ലാനും അതുപോലെ തന്നെ കൂടെ ചൊല്ലാനൊക്കെ കണ്ടുകൊണ്ട് വളരെ വ്യക്തമായിട്ട് വലിയ
അക്ഷരത്തിൽ തന്നെ നമുക്കൊക്കെ കൂടെ ചൊല്ലാനും കേട്ടുകൊണ്ട് ചൊല്ലാനൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള, സാധാരണക്കാർക്ക് ചൊല്ലാൻ പറ്റിയ രൂപത്തിലുള്ള ശൈലിയിൽ തന്നെയാണ് ചൊല്ലുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് എല്ലാവരും കാണുകയും അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കാണലും അതുപോലെ തന്നെ ലൈക്കും അതുപോലെ തന്നെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് കാരണമായിട്ട് മറ്റുള്ളവർക്കൊക്കെ ചൊല്ലാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അതിനൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടും. അല്ലാഹു തആല ചൊല്ലുന്നവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.